മാധവേടത്തിയുടെ കോലായി കിടന്ന കാലത്തിന് ശേഷം ഞാൻ വീട്ടിൽ വെച്ചുണ്ടാക്കിയ ചോറ് തിന്നിട്ടില്ല. പെണ്ണുങ്ങളെന്ന് കേട്ടാ അപ്പ കരുണേട്ടന് കലി കയറും. മാധവേടത്തി കാരണാവും. നീ എപ്പോഴും കരുണേട്ടന്റെ കൂടെ ആയിരുന്നു? 8-9 വയസ്സുള്ളപ്പോ കടവത്ത് ഓരോ പണി ചെയ്യാൻ തുടങ്ങി. കരുണേട്ടനെ അപ്ലൈ അറിയും. പുറമേക്ക് കാണുന്ന മാതിരിയല്ല കേട്ടോ. കണ്ണും പിടിയും കാട്ടും, തല്ലാമരം. ഉള്ളിലൊന്നുമില്ല. അതെനിക്കല്ലേ അറിയൂ. കരുണേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിയുള്ള ആളുകളൊക്കെ വിറയ്ക്കും. ഓ, എപ്പോഴെങ്കിലും പുള്ളി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ചന്ദ്രൻ? മാധവേടത്തിയായിട്ട് വലിയ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണല്ലോ പിന്നെ 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 കരുണേട്ടൻ എങ്ങോട്ടോ പോയി. മാധവേടത്തി കല്യാണം കഴിച്ചു. പഞ്ചായത്ത് പറഞ്ഞിരുന്നാലേ പകല് കടവത്തിന് കിട്ടണ 4 കാശ് പോവും. ഇനി വല്ലതും കഴിച്ചിട്ട് പോയാൽ മതി ചന്ദ്രൻ. ഇന്ന് പാകത്തിനേ ഉള്ളൂ. അത്താണിക്കര വേലായുധനുമായിട്ട് കരുണേട്ടന്റെ തല്ല് അതാ കാണേണ്ടിയിരുന്നത്. വേലായുധനെന്ന് കേട്ടാ അങ്ങാടിക്കാരെ കൂടി വിറയ്ക്കും. കടവത്തുനിന്ന് കോട്ടവാളിൽ ഒരു അടി തന്നെ. വേലായുധൻ 3 കത്തിയെടുത്തു. കത്തിയെടുക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം. തല്ലും പിടിക്കാൻ നിയമമുണ്ടോ? പിന്നെ അതിനും ചില റൂളില്ലേ? അവസാനം വേലായുധൻ ഫീറ്റ്. ഞാൻ കണ്ടതാ കുട്ടിക്കാലത്ത്. ഈ മാധവിയേട്ടത്തി ഇപ്പൊ എവിടെ? കുമാരമൂപ്പന്റെ ഭാര്യ. ഇപ്പൊ കാശും പണമായില്ലേ. ഞാൻ പോവാറില്ല. പോകണമെന്ന് തോന്നണമില്ല. വേഗം മുറിച്ചെടുക്ക്.